പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ അനേകരുടെ മേൽ ദൈവമായ കർത്താവിൻ്റെ ശക്തി ആവസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ മുമ്പിൽ അനേക ആയിരങ്ങളുടെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളും കൂട്ടായ്മയിലേക്ക് ചേർക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തെമ്പാടും ദേശാന്തരങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അനേകരുടെ ലെറ്ററുകളിൽ നിന്നും ഫോൺ വിളികളിൽ നിന്നും അനുദിനം സന്ദേശങ്ങളും റിപ്പോർട്ടുകളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് പേരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നുമാണ് എഴുതുന്നത്. എൻ്റെ പേര് എൽസി. എൻ്റെ മകന് ഉറക്കത്തിന് വലിയ തടസ്സമായിരുന്നു. ഉറങ്ങാൻ കിടന്നാൽ വെളുക്കപ്പുറം വരെ ഉറങ്ങാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കും. വെളുക്കാറാകുമ്പോൾ അല്പം ഒന്ന് മയങ്ങും. ഇതായിരുന്നു സ്ഥിതി. ഇങ്ങനെ തുടങ്ങിയിട്ട് 3 ആഴ്ചയിലധികമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂലൈ മാസം 1-ാം തീയതി ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഞങ്ങൾ ഒന്നിച്ച് നിറകണ്ണുകളോടെ യേശുവിനെ വിളിച്ചത്. ഞങ്ങളുടെ മകൻ്റെ വേദനയും വിഷമവും യേശുവിൻ്റെ സന്നിധിയിൽ കണ്ണീരോടെ സമർപ്പിച്ചു. അന്ന് മുതൽ എൻ്റെ മകന് നല്ല ഉറക്കം കിട്ടി. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മകന് ഉറക്കത്തിന് യാതൊരു തടസ്സവും ഇല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് എൽസി സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റൊരു അനുഭവം സിസ്റ്റർ ജോസഫിൻ ഡൽഹിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് സിസ്റ്റർ ജോസഫിൻ. ഡൽഹിയിലെ പുഷ്പവിഹാർ പാരിഷിൽ കുടുംബ പ്രേക്ഷിതത്വവും പാരിഷ് വർക്കും ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. 2007 ഫെബ്രുവരി മാസത്തിൽ എൻ്റെ കാൽമുട്ടിന് മുഴയായതുകൊണ്ട് ഒരു ഓപ്പറേഷൻ ചെയ്തു. അന്നു മുതൽ കാൽമുട്ട് മടക്കുവാനോ മുട്ടുമേൽ നിൽക്കുവാനോ ശക്തമായി കാലുകൊണ്ട് വേഗത്തിൽ നടക്കുവാനോ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു. കാൽമുട്ടിൽ നീർക്കെട്ടും വേദനയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ വെച്ച് ഞായറാഴ്ച TV-യിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്ത് ടീമിനോട് ചേർന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. തുടർച്ചയായി 3 ആഴ്ച ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നേർച്ച നേർന്ന് 3 ആഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കുചേർന്നു.
അതിൻ്റെ ഫലമായി 3-ാമത്തെ ആഴ്ച എൻ്റെ കാൽമുട്ടിൻ്റെ എല്ലാ വേദനകളും നീർക്കെട്ടും വിട്ടുപോയി പരിപൂർണ സൗഖ്യം കിട്ടി. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. മുട്ടുമേൽ നിൽക്കാനും വേഗത്തിൽ നടക്കാനും ജോലി ചെയ്യാനും എനിക്ക് നല്ല ആരോഗ്യം ലഭിച്ചു കഴിഞ്ഞു. എൻ്റെ കർത്താവിന് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവുകയും ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയും ചെയ്തു. ശാരീരികമായ രോഗങ്ങളും ശ്വാസമുട്ടലും എന്നെ വലച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഡൽഹിയിൽ ടി വിയിൽ ഷാലോം ചാനൽ കിട്ടുന്ന ഒരു സാഹചര്യമല്ല ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് ഷാലോം ചാനൽ കിട്ടിയില്ലെങ്കിലും ഞായറാഴ്ച രാത്രി 8:30 മണി സമയത്ത് ഇപ്പോൾ അഭിഷേകാഗ്നി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഓർത്ത് ഡൽഹിയിലിരുന്ന് യേശുവിൻ്റെ നാമത്തെ വിളിച്ച് ഷാലോം പ്രോഗ്രാമിൽ അഭിഷേകാഗ്നിയിൽ പങ്കെടുക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് ഞാനും ഡൽഹിയിലിരുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ ശ്വാസമുട്ടലും വലിവും ശ്വാസ സംബന്ധമായ പ്രയാസങ്ങളും പൂർണ്ണമായി വിട്ടുപോയി അത്ഭുത സൗഖ്യം കിട്ടി. അത് സാക്ഷ്യപ്പെടുത്താമെന്നുള്ള എൻ്റെ നേർച്ച നിറവേറ്റിക്കൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ചൂട് ഒത്തിരി കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങളുടെ കിച്ചണിൽ ഒത്തിരി പ്രാണികളും പാറ്റകളും മറ്റ് കീടജാതികളുടെ ശല്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ പാത്രങ്ങളിലും എല്ലാ സ്ഥലത്തും ക്ഷുദ്രജീവികൾ അലട്ടിയിരുന്നു. അതുകൊണ്ട് ഷാലോം ചാനലിലുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് എല്ലാ കീടബാധകളും വിട്ടുപോകാൻ വേണ്ടി ഡൽഹിയിലിരുന്ന് ഞങ്ങൾ ടീമിനോടൊപ്പം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങളുടെ കോൺവെൻറ്റിലെ കീടബാധകളുടെ ശല്യം ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഒഴിഞ്ഞു പോയതായി ഞങ്ങൾ കണ്ടു. ഇപ്പോൾ ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തി നന്നായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഡൽഹിയിൽ നിന്ന് സിസ്റ്റർ ജോസഫിൻ സമൂഹത്തിന് വേണ്ടി സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് അത് നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വ്യക്തികൾ ആ സമയത്ത് ഞായറാഴ്ച 8:30-ക്ക് ലോകത്തെമ്പാടും 10,000 ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അഭിഷേകാഗ്നി പ്രോഗ്രാം നടക്കുകയാണല്ലോ എന്ന് ചിന്തിച്ച് വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഇതിനോട് ഐക്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു കൊടുക്കുന്ന സംഭവമാണ് സിസ്റ്റർ ജോസഫിൻ ഡൽഹിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കരങ്ങൾ ഉയർത്തി എൻ്റെ മകനെ, എൻ്റെ മകളെ, ഇപ്പോൾ കുടുംബം ഒന്നിച്ച് കർത്താവിനെ വിളിക്കുക. കർത്താവിൻ്റെ ശക്തി കുടുംബത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷം എല്ലാ കുടുംബങ്ങളുടെ മേലും അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഏതെങ്കിലും മകനോ മകൾക്കോ കുടുംബത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേർക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രയാസത്തിലിരിക്കുന്നെങ്കിൽ ആ മകനെയും ആ മകളെയും കൂടെ പരിശുദ്ധാത്മാവിനെ അയച്ച് കൂട്ടായ്മയോട് ചേർക്കണമേ കർത്താവേ. ഏതെങ്കിലും മകനോ മകൾക്കോ വചനം ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കുടുംബത്തിൽ വഴക്കോ പിണക്കമോ വൈരാഗ്യമോ വാശിയോ നിമിത്തം ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ പറ്റാതെ അന്ധകാരാവൃതമായ അന്തരീക്ഷത്തിരിക്കുന്നെങ്കിൽ ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ തടസ്സങ്ങളും കെട്ടുകളും അഴിയട്ടെ. ആത്മാവിൽ വീണ ചങ്ങലകൾ മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ ശക്തി ആ കുടുംബത്തിലേക്ക് പ്രവഹിക്കട്ടെ കർത്താവേ. ഇപ്പോൾ എല്ലാ മക്കൾക്കും വലിയ ദാഹത്തോടെ വചനത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി കർത്താവ് എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് സന്തോഷത്തോടെ നോക്കി സബാഷ് പറയാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്ന അടിസ്ഥാനപരമായ ഒരു നന്മയുണ്ട്, ഒരു ഫലമുണ്ട്. അത് കർത്താവിൻ്റെ അജഗണത്തിന് വേണ്ടിയുള്ള സമർപ്പണം എത്രേ. പ്രൈസ് ദ ലോർഡ്. ഞാനും നിങ്ങളും കർത്താവിൻ്റെ അജഗണത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ നിങ്ങളുടെ വേദന എന്തിനു വേണ്ടിയാണ്? എൻ്റെ നിങ്ങളുടെ ഹൃദയം എന്തിനു വേണ്ടിയാണ് തുടിക്കുന്നത്? കർത്താവിൻ്റെ അജഗണത്തിന് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയമാണോ എൻ്റെയും നിങ്ങളുടെയും ഹൃദയം? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ജനത്തെക്കുറിച്ച് കർത്താവ് നേരിട്ട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ ജനത്തെക്കുറിച്ച് കർത്താവിൻ്റെ മനസ്സ് തുറക്കുന്ന അധ്യായമാണ് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായം. അതിൽ അവസാനത്തെ സെൻറ്റൻസ് കർത്താവിൻ്റെ ജനത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സാണ്. അതിങ്ങനെയാണ് പറയണത്. 34-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യം, നിങ്ങൾ എൻ്റെ ആടുകളാണ്, എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകൾ, ഞാനാണ് നിങ്ങളുടെ ദൈവം, കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ ജനത്തെക്കുറിച്ച് കർത്താവിൻ്റെ വലിയ ഒരു 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 വെളിപ്പെടുത്തലാണ്. എൻ്റെ ജനം എൻ്റെ അജഗണമാണ്,
ഞാൻ എൻ്റെ ജനത്തിൻ്റെ ഇടയനാണ്. കർത്താവ് വലിയ ഇടയനാണ്. കർത്താവിൻ്റെ ജനം കർത്താവിൻ്റെ അജഗണമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് അച്ഛൻ്റെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. സംഭവം ഇതാണ്: സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് 3-4 സോളാർ സെല്ലുകൾ മോഷണം പോയി. സഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകരും ആത്മാർത്ഥമായി കർത്താവിന് വേണ്ടി സമർപ്പണം ചെയ്ത് അധ്വാനിക്കുകയാണ്. എല്ലാ വൈദികരും ആത്മാർത്ഥമായി സമർപ്പണം ചെയ്ത് അധ്വാനിക്കുകയാണ്. എല്ലാ സിസ്റ്റേഴ്സും ആത്മാർത്ഥമായി സമർപ്പണം ചെയ്ത് അധ്വാനിക്കുകയാണ്. അപ്പോൾ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ കർത്താവിൻ്റെ ആലയത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരുന്ന 3-4 സോളാർ സെല്ലുകൾ മോഷണം പോയി. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ഒരുപാട് ദുഃഖപൂരിതമായി. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, അങ്ങേക്ക് വേണ്ടി സമർപ്പിതമായ കോമ്പൗണ്ട്, അങ്ങേക്ക് വേണ്ടി സമർപ്പിതമായ ആലയം, അതിലെ ഓരോ മണൽത്തരിയും അങ്ങേക്ക് വേണ്ടി പൂർണ്ണമായും മാറ്റിവെക്കപ്പെട്ടതും സമർപ്പിക്കപ്പെട്ടതുമാണ്. എന്നിട്ട് എന്തുകൊണ്ട് അതിനുള്ളിൽ നിന്ന് ഇതുപോലെ ഒരു തിന്മ ഉണ്ടായി? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-3 ദിവസം എൻ്റെ മനസ്സിനെ ഇത് വല്ലാതെ ഉലച്ചു. എൻ്റെ മാത്രമല്ല, സഹിയോൻ ധ്യാനകേന്ദ്രത്തിലുള്ള ശുശ്രൂഷകരുടെ മനസ്സിനെ ഇത് വല്ലാതെ ഉലച്ചു. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു ദിവസം രാത്രി ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കോമ്പൗണ്ട്, അച്ഛനെ ഏൽപ്പിച്ച ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് 3-4 സോളാർ സെല്ലുകൾ മോഷണം പോയപ്പോൾ അച്ഛന് രാത്രിക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ അജഗണത്തെ തൊഴുത്തിൽ കയറി കള്ളന്മാർ അഴിച്ചുകൊണ്ട് പോകുമ്പോൾ, എൻ്റെ അജഗണം നഷ്ടത്തിലേക്ക് പോകുമ്പോൾ, എൻ്റെ അജഗണത്തിന് വേണ്ടി എൻ്റെ സഭ, എൻ്റെ ശുശ്രൂഷകർ, എൻ്റെ ഇടയന്മാർ, ഞാൻ ഏൽപ്പിച്ച എൻ്റെ അജഗണത്തിൻ്റെ ചുമതലയുള്ളവർ എന്ത് ചെയ്യുന്നു? എൻ്റെ അജഗണത്തിൻ്റെ നഷ്ടത്തെ ഓർത്ത് അച്ഛൻ്റെ മനസ്സിന് വേദന എത്രമാത്രം. കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു വലിയ രഹസ്യം. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ അജഗണത്തെ കർത്താവിൻ്റെ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ട് അനേകർ പോകുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും വേദനയില്ല? ഇതെന്തുകൊണ്ട് എൻ്റെ നിങ്ങളുടെ ഹൃദയം മുറിയുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നില്ല? കാരണം എനിക്ക് നിങ്ങൾക്കും കർത്താവിൻ്റെ അജഗണത്തിൻ്റെ നഷ്ടത്തെ ഓർത്ത് ദുഃഖമില്ല. അത് തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് അച്ഛൻ ഇംഗ്ലണ്ട് ദേശത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ ദയനീയമായൊരു കാഴ്ച കണ്ടു. ഒരു കാലത്ത് നിറഞ്ഞു തുളുമ്പി വിശ്വാസികൾ ദൈവത്തെ ആരാധിച്ചിരുന്ന ദേവാലയങ്ങൾ ഇന്ന് ശൂന്യമായി കിടക്കുന്നു. ഓരോ ദേവാലയത്തിലും ശനിയാഴ്ച വൈകുന്നേരവും ഞായറാഴ്ചയൊക്കെ നോക്കുമ്പോൾ ഒരു 40 വയസ്സിനും 50 വയസ്സിനും മുകളിലുള്ള തല നരച്ച കുറച്ച് പേര് മാത്രം വന്ന് ബലിയർപ്പിക്കുന്നു. ഏതാണ്ട് 2ാം ലോക മഹായുദ്ധ കാലത്തും അതിന് തൊട്ട് മുമ്പ് വരെയും 12 കുർബാനയ്ക്കും തിങ്ങി നിറഞ്ഞ ആളുകൾ വന്നിരുന്ന സ്കോട്ട്ലൻഡിലുള്ള ഗ്ലാസ്ഗോ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ദേവാലയത്തിൽ അവിടുത്തെ വലിയച്ഛൻ പറയുകയാണ്, ഇപ്പോൾ 10-12 പേര് ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടി വരുന്നു. എൻ്റെ കാലം കൊണ്ട് കഴിഞ്ഞ വയസ്സനായ ആ അച്ഛൻ പറയാണ്, ഞാനും കൂടെ മരിച്ചാൽ ഈ ദേവാലയവും പൂട്ടും, ഞാനിരിക്കുന്ന പള്ളിയും പൂട്ടും. കാരണം അവിടെ ഇരിക്കാൻ അച്ഛന്മാരില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയുള്ള അനേകായിരങ്ങൾ വിശ്വാസികൾ ഇന്ന് ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും ഉപേക്ഷിച്ച് പണത്തിനും സുഖത്തിനും സ്ഥാനം കൊടുത്ത് സ്വന്തം ശരീരത്തിൻ്റെ സന്തോഷത്തിന് 1ാം സ്ഥാനം കൊടുത്ത് മുമ്പോട്ട് നീങ്ങുകയാണ്. നവംബറും ഡിസംബറും വലിയ ക്രിസ്മസിൻ്റെ വലിയ ഉത്സവങ്ങൾ, വലിയ ആഘോഷങ്ങൾ നടക്കുന്ന മാസങ്ങളാണ്. വലിയ ആഘോഷമാണ് ക്രിസ്മസ് സെലിബ്രേഷൻസ്. പക്ഷേ ഒരു ടെലിവിഷൻ ചാനൽ അനേകരെ വിളിച്ച് ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചു ഇങ്ങനെയാണ്: പലർക്കും ക്രിസ്മസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പലരോടും ചോദിച്ചു, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? അപ്പോൾ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിങ്ങനെയാണ്: ചിലർക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റുകൾ കൈമാറാനുള്ള ദിവസം, ചിലർക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഹോളിഡേയ്സ് ആണ്, ചിലർക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷത്തിൻ്റെ വലിയ ആനന്ദത്തിൻ്റെ ആഘോഷിക്കാനുള്ള ദിവസങ്ങൾ, ചിലർക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഒരു സോഷ്യൽ കസ്റ്റം, ചിലർക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ ഉത്സവം. ഇങ്ങനെ പലതും പറഞ്ഞു. എന്നാൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശു ജനിച്ച ദിവസമാണെന്ന് അറിയുന്നവർ ആരുമില്ല. പ്രൈസ് ദ ലോർഡ്. ചുരുക്കം 1-2 വിരലിൽ എണ്ണാവുന്നവർ മാത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകർ യേശു ക്രിസ്തുവിനെ
യേശു ക്രിസ്തുവിനെ അറിയാതെ നടക്കുന്നൊരു നാടാണ് ആ ദേശം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനം കർത്താവ് സന്ദേശം തന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, 1000 പേരെ അണിനിരത്തിയിരുന്ന ഇസ്രായേൽ നഗരത്തിൽ 100 പേർ മാത്രം അവശേഷിക്കും. 100 പേരെ അണിനിരത്തിയിരുന്ന ഇസ്രായേൽ നഗരത്തിൽ 10 പേരെ അണിനിരത്തി ഒരാളും അവശേഷിക്കും. എന്താ കാരണം? സെക്കുലറിസം എന്ന ഒരു തിന്മ പടർന്ന് കർത്താവിന്റെ അജഗണത്തെ കർത്താവിന്റെ തൊഴുത്തിൽ നിന്നും അഴിച്ചുകൊണ്ടുപോയി. സെക്കുലറിസം, ശരീരത്തിന്റെ സുഖം, ലോകത്തിന്റെ സുഖം, ലോകമോഹങ്ങൾ, ഇതിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കർത്താവിന്റെ സഭയിലുള്ള കർത്താവിന്റെ അജഗണത്തെ അഴിച്ചുകൊണ്ട് പോയപ്പോൾ ഇടയന്മാർ അവിടെ നിന്ന് ഉണർന്ന് ശബ്ദം വെച്ച് ദൈവജനത്തെ ഉണർത്തി വിശുദ്ധിയിലും വിശ്വാസത്തിലും അഭിഷേകത്തിലും വ്രതത്തിലും പ്രാർത്ഥനയിലും ഒരുമിച്ച് നിർത്താൻ പരാജയപ്പെട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം യൂറോപ്യൻ നാടുകളിൽ ഇതുപോലെ കർത്താവിന്റെ സഭ ദുർബലപ്പെട്ടു. കർത്താവിന്റെ അജഗണത്തെ കള്ളന്മാർ കട്ടുകൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റു ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വലിയ കാത്തലിക് കൺട്രികളായിരുന്ന വലിയ കത്തോലിക്ക വിശ്വാസികളുടെ കൂട്ടായ്മകൾ ഉണ്ടായിരുന്ന വലിയ രാജ്യങ്ങളിൽ അനേകർ പന്തക്കുസ്ത കൂട്ടായ്മയിലേക്ക് പോയി, പന്തക്കുസ്ത വിഭാഗങ്ങളിലേക്ക് പോയി. ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ വലിയ ജനക്കൂട്ടങ്ങൾ തന്നെ പന്തക്കുസ്ത കൂട്ടായ്മകളിലേക്ക് പോയി. സഭ ദുർബലമായി. കർത്താവിന്റെ അജഗണത്തെ കള്ളന്മാർ കടന്ന് കർത്താവിന്റെ തൊഴുത്തിൽ നിന്ന് അഴിച്ച് അവരുടെ ഇഷ്ടത്തിന് കൊണ്ടുപോയി. കർത്താവിന്റെ അജഗണം അവരുടെ ഇരയായി തീർന്നു. കർത്താവിന്റെ അജഗണത്തെ സംരക്ഷിക്കാൻ കർത്താവിന്റെ സഭയിൽ കർത്താവ് കൃപ കൊടുത്ത് ഉയർത്തിയവർ ദുർബലരായി പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലും കർത്താവിന്റെ അജഗണത്തെ കർത്താവിന്റെ തൊഴുത്തിൽ കടന്ന് അഴിച്ചുകൊണ്ട് പോകുന്ന രംഗങ്ങൾ എനിക്കും നിങ്ങൾക്കും ചുറ്റിലും നടക്കുന്നില്ലേ? ഞാനും നിങ്ങളും അത് അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? കർത്താവിന്റെ അജഗണത്തെ നയിക്കാൻ കർത്താവ് ചുമതലപ്പെടുത്തിയിരിക്കുന്ന കർത്താവിന്റെ ഇടയന്മാർ ആക്രമിക്കപ്പെടുമ്പോൾ ഞാനും നിങ്ങളും കൈയടിച്ച് സന്തോഷിക്കുകയാണോ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ ജനം പൗരോഹിത്യത്തിൽ നിന്ന് അകന്നു പോകാൻ, ദൈവത്തിന്റെ ജനം സഭയിൽ നിന്ന് അകന്നു പോകാൻ, ദൈവത്തിന്റെ ജനം കർത്താവിന്റെ ആലയത്തിൽ നിന്നും അകന്നു പോകാൻ പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ, നിരീശ്വര പ്രസ്ഥാനങ്ങളും പന്തക്കുസ്ത സഭാവിഭാഗങ്ങളും സെക്കുലറിസവും സാത്താനിസവും കമ്മ്യൂണിസവും ഓരോ തരത്തിലുള്ള ഇസങ്ങളും ഈ ഭൂമിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും സന്തോഷിക്കേണ്ട സമയമല്ല ഇത്. ഞാനും നിങ്ങളും ആനന്ദിക്കേണ്ട സമയമല്ല ഇത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ഹൃദയം തുടിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്: കർത്താവിന്റെ അജഗണത്തിന്റെ നഷ്ടം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവിന്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയാൽ ഞാൻ ഉള്ളുരുകി കരയും. കർത്താവിന്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയാൽ ഞാൻ ഉള്ളുരുകി കരയും. ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളെ പ്രതി ആദ്യം ചിന്തിച്ച് കർത്താവിന്റെ കൂട്ടായ്മയെ, കർത്താവിന്റെ ഭവനത്തെ അവഗണിക്കരുത്. കർത്താവിന്റെ തൊഴുത്തിൽ നിന്ന് കർത്താവിന്റെ അജഗണം നഷ്ടപ്പെടുമ്പോൾ എന്റെയും നിങ്ങളുടെയും ദൗത്യം ഓർത്ത് ഉണർന്ന് പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം നന്മ തിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ്. ഇതുപോലെ തന്നെ നിരീശ്വര പ്രസ്ഥാനങ്ങൾ ഒരു ദൈവഭക്തന്റെ വിപരീതമാണെന്ന് മനസ്സിലാക്കണം. നിരീശ്വര ചിന്ത, ദൈവനിഷേധം, ദൈവത്തോട് അടുപ്പമില്ലായ്മ, ഇതൊരു ദൈവഭക്തന്റെ വിപരീതമാണെന്ന് നാം തിരിച്ചറിയണം. വീണ്ടും ദൈവത്തിന്റെ വചനം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു: ചെന്നായിക്ക് കുഞ്ഞാടിനോട് എന്ത് ബന്ധം? പാപിക്ക് ദൈവഭക്തനോടും അതിലേറെ ഇല്ല. ചെന്നായിക്ക് കുഞ്ഞാടിനോട് എന്ത് ബന്ധം? ഇരുമ്പിന് മൺകലത്തോട് എന്ത് കൂട്ടുകെട്ട്? അതുപോലെ തന്നെ അത്രേ ദൈവനിഷേധിയും ദൈവഭക്തനും തമ്മിലുള്ള കൂട്ടുകെട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അജഗണത്തെ ദൈവത്തിന്റെ തൊഴുത്തിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോകുന്ന വിപരീത ശക്തികളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അത് സാത്താനിസത്തെ കുറിച്ച് നമുക്ക് വേണം, അത് പന്തക്കുസ്ത വിഭാഗത്തെ കുറിച്ച് നമുക്ക് വേണം.
അത് സെക്കുലറിസത്തെ കുറിച്ച് നമുക്ക് വേണം. അത് ലോകത്തിന്റെ സുഖലോലുപതയിൽ മുഴുകിക്കിടക്കുന്ന ലോകത്തിന്റെ സുഖലോലുപതയുടെ വഴികളെ കുറിച്ച് നമുക്ക് വേണം. അത് നിഷേധ വഴികളെ കുറിച്ച്, നിഷേധ ചിന്താധാരകളെ കുറിച്ച് നമുക്ക് വേണം. കർത്താവിന്റെ അജഗണത്തെ നഷ്ടപ്പെടുന്ന ഏത് വഴികളെ കുറിച്ചും നാം ഉണർവുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു. ഹഗ്ഗായി 1:4, കർത്താവിൻ്റെ ഭവനത്തിൻ്റെ കല്ലുകൾ ചിതറിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ സുഖമായി ഉറങ്ങാനുള്ള സമയമാണോ ഇത്? കർത്താവിൻ്റെ കല്ലുകൾ, കർത്താവിൻ്റെ ഭവനത്തിൻ്റെ കല്ലുകൾ 4 കവലകളിൽ ചിതറിക്കിടക്കുമ്പോൾ മച്ചിട്ട ഭവനങ്ങളിൽ സുഖമായി ഉറങ്ങാനുള്ള സമയമാണോ ഇത്? പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സഭയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം ഞാനും നിങ്ങളും നിർവഹിച്ചിട്ടുണ്ടോ? ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥ എന്ന നിലയിൽ, ഒരു യുവജന നേതാവ് എന്ന നിലയിൽ, ഒരു സഭാ ശുശ്രൂഷ എന്ന നിലയിൽ, ഒരു ആത്മായ വചന പ്രഘോഷകൻ എന്ന നിലയിൽ, സഭയുടെ ഇടയന്മാരെന്ന നിലയിൽ, സഭയിലുള്ള ശുശ്രൂഷകർ എന്ന നിലയിൽ എന്റെയും നിങ്ങളുടെയും കർത്തവ്യങ്ങൾ കർത്താവിൻ്റെ അജഗണത്തെ പ്രതി ഇന്ന് സഭയിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ? കർത്താവിൻ്റെ അജഗണത്തെ സഭയിൽ നിന്നും വിഘടിപ്പിക്കുന്ന വലിയൊരു തിന്മയാണ് സഭയ്ക്കുള്ളിലുള്ള അരാജകത്വം, പലതരത്തിലുള്ള അനീതി, അന്യായങ്ങൾ, ദുർമാതൃകകൾ, അവിശ്വാസവും ഭക്തിരാഹിത്യവും. ഇങ്ങനെയുള്ള ഓരോ മേഖലകളിൽ സഭയ്ക്കുള്ളിൽ തിന്മ, അന്ധകാരം കട്ടപിടിക്കുമ്പോൾ, അനൈക്യം പെരുകുമ്പോൾ നഷ്ടപ്പെടുന്നത് കർത്താവിൻ്റെ അജഗണമാണ്. കർത്താവിൻ്റെ തൊഴുത്തിൽ കയറി കള്ളന്മാർ കർത്താവിൻ്റെ അജഗണത്തെ അഴിച്ചുകൊണ്ട് പോകുന്നു. ഇതിൽ വേദനയില്ലേ? ഇത് കണ്ട് കൈകെട്ടി നിൽക്കുകയാണോ? കർത്താവിൻ്റെ അജഗണത്തിന് വേണ്ടി കർത്താവ് കൃപ നൽകിയിട്ടുള്ള എല്ലാവരും പ്രവർത്തിക്കണം. കർത്താവിൻ്റെ അജഗണത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ അജഗണത്തിന് സുസ്തുതിക്ക് വേണ്ടി കർത്താവ് കൃപ നൽകിയിട്ടുള്ള എല്ലാവരും ഉണരണം. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരുടെയും ജീവിതാന്തസ്സിനനുസരിച്ച് കർത്താവിൻ്റെ സഭയെ പണിയണം, കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്തണം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ താലന്തുകളും, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ കൃപകളും കർത്താവിൻ്റെ സഭയെ പണിയാൻ വേണ്ടി തന്നെ. സിയോൻ സൈന്യം മയങ്ങുകയോ? കർത്താവിൻ്റെ കൃപ ലഭിച്ച് ഉറങ്ങുകയോ? ഉണരുക. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം, ഏറ്റവും ദുർബലം പോലും താനൊരു യോദ്ധാവാണെന്ന് പറയട്ടെ. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപയെ ഉപയോഗിച്ച് നീ ഉപവസിക്കണം, നീ കുർബാനയ്ക്ക് പോകണം, നീ ജപമാല ചൊല്ലണം, നീ പ്രാർത്ഥിക്കണം, നീ നോമ്പും വ്രതങ്ങൾ എടുക്കണം, സഭയുടെ ഉണർവിന് വേണ്ടി കാഴ്ചവെക്കണം. ഒരു യുവാവ് എന്ന നിലയിൽ, ഒരു യുവതി എന്ന നിലയിൽ, മകനെ മകളെ, സഭയുടെ ഉണർവിന് വേണ്ടി നിനക്കൊരു ദൗത്യമുണ്ട്, നിനക്കൊരു ചുമതലയുണ്ട്. പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ മാതാവ് സന്ദേശത്തിൽ ലോകത്തിന് നൽകിയ വലിയൊരു മെസ്സേജ് ഉണ്ട്. സാത്താന്റെ ആക്രമണം സഭയ്ക്ക് നേരെ ഉണ്ടാകും. സഭയിൽ സാത്താന്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ, സഭയ്ക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള അന്ധകാരങ്ങൾ കട്ടപിടിക്കുമ്പോൾ, മക്കളെ, വിശുദ്ധ കുർബാനയിലും ജപമാലയിലും അടിയുറപ്പിച്ച് സഭയുടെ ഉണർവിന് വേണ്ടി യത്നിക്കണം. വിശുദ്ധ കുർബാനയെ മുറുകെ പിടിക്കണം, ജപമാലയെ മുറുകെ പിടിക്കണം, നോമ്പുകളെയും വ്രതങ്ങളെയും മുറുകെ പിടിക്കണം, പരിത്യാഗ പ്രവർത്തികളെ മുറുകെ പിടിക്കണം, ബൈബിൾ വായന മുറുകെ പിടിക്കണം, വിശുദ്ധ ജീവിതത്തെ മുറുകെ പിടിക്കണം. സഭയെ ഉണർത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യുവാവേ, യുവതി, നീ ഉണരുക. നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവകൃപയെ, സഭയെ പണിയാൻ വേണ്ടി നീ ഉണർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷകർ ഉണരട്ടെ. മങ്ങിക്കിടക്കുന്നവർ, മയങ്ങിക്കിടക്കുന്നവർ, ദുർബലരായിരിക്കുന്നവർ ശക്തി പ്രാപിക്കട്ടെ. സഭയിലെ ഒരു ആത്മാവ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോകണമെങ്കിൽ, കർത്താവിൻ്റെ ഒരാട് സഭയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വേദനിക്കണം, അതിനെക്കുറിച്ച് ഉണർവുള്ളവരായിരിക്കണം. സാജഗണം മുഴുവനെയും കുറിച്ച് നിങ്ങൾ ജാഗരൂകരായിരിക്കണം. കർത്താവിൻ്റെ മുഴുവൻ ശുശ്രൂഷകരും, കർത്താവിൻ്റെ മുഴുവൻ ഇടയന്മാരും ഉണർന്ന് കർത്താവിൻ്റെ അജഗണത്തെക്കുറിച്ച് ജാഗരൂകരായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ക്രിസോസ്റ്റം പുണ്യവാൻ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരായുഷ്കാലത്തെ മുഴുവൻ ജീവിതത്തിന് ശേഷം, ഒരായുഷ്കാലത്തെ മുഴുവൻ അനുഭവത്തിന് ശേഷം വിശുദ്ധ ക്രിസോസ്റ്റം പുണ്യവാൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിൽ അന്യരുടെ ആത്മരക്ഷയെക്കുറിച്ച് ഉണരാത്ത ഒരു ക്രിസ്ത്യാനിയെ പോലെ തണുത്തൊരു വസ്തു ലോകത്തിൽ വേറെയില്ല. ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ, അവരൻ്റെ ആത്മരക്ഷയെക്കുറിച്ച് ദാഹവും വർദ്ധിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ,
അങ്ങയുടെ തൊഴുത്തിൽ കയറി അങ്ങയുടെ അജഗണത്തെ അഴിച്ചു കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് കർത്താവെ ഈ അജഗണത്തെ സംരക്ഷിക്കാനുള്ള ശക്തി ഉണർവും അവിടുന്ന് വീണ്ടും വീണ്ടും വർഷിച്ചു തരണമേ. അങ്ങയുടെ അജഗണം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ സഭയെ പണിയാനുള്ള അഭിഷേകം നൽകി ഈ ലോകത്തിൽ അനേകരെ ഉണർത്തണമേ. യുവജനങ്ങൾ ഉണരട്ടെ, വിദ്യാർത്ഥിനികൾ ഉണരട്ടെ, ബാലികാബാലന്മാർ ഉണരട്ടെ, കുടുംബനാഥന്മാർ ഉണരട്ടെ, കുടുംബനാഥകൾ ഉണരട്ടെ, സഭ ഉണരട്ടെ, ഇടയന്മാർ ഉണരട്ടെ, നേതാക്കന്മാർ ഉണരട്ടെ. ആരെല്ലാം അങ്ങയുടെ നാമത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നുവോ അവരെല്ലാം ഉണർന്ന് പ്രവർത്തിക്കട്ടെ. ചെറിയ കാര്യങ്ങൾ ഓർത്ത് ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ തട്ടി ദൈവത്തിൻ്റെ സഭയുടെ ഉണർവിന് വേണ്ടി പണിയെടുക്കാതെ കിടക്കുന്ന സകലരും ഉണരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധിയിലേക്ക് ദൈവജനം മടങ്ങട്ടെ, പ്രാർത്ഥനയിലേക്ക് ദൈവജനം മടങ്ങട്ടെ, ജപമാലയിലേക്ക് ദൈവജനം മടങ്ങട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സഭയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ ഡ്യൂട്ടി ഞാൻ നന്നായി നിർവഹിച്ചു, ഞാൻ നന്നായി യുദ്ധം ചെയ്തു, ഞാൻ നല്ലവണ്ണം ഓടി എന്ന് പറയാൻ തക്കവണ്ണം അത്യുന്നത ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ മനസംതൃപ്തിയോടെ എൻ്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ നന്നായി അധ്വാനിച്ചു എന്ന് പറയാൻ തക്കവണ്ണം സഭയെ കറയോ കളങ്കമോ ഇല്ലാത്ത നിർമ്മല വധുവിനെ പോലെ കർത്താവിന് മുമ്പിൽ സഭയെ സുരഭില കാഴ്ചയായി സമർപ്പിക്കാൻ തക്കവണ്ണം ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചു എന്ന് പറയാൻ തക്കവണ്ണം ഓരോ മകനും മകൾക്കും ഈ ലോകത്തിൽ സഭയ്ക്ക് വേണ്ടി പണിയാനുള്ള കൃപയും തുറവിയും ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഉറങ്ങിക്കിടക്കുന്ന ഓരോ മകളെ ഉണർത്തണമേ കർത്താവേ. സഭയിലേക്ക് ഉണർവിൻ്റെ കൊടുങ്കാറ്റ് അയക്കണമേ. ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ ഉണർവിൻ്റെ ആത്മാവിനെ സഭയിലേക്ക് അവിടെ നിന്ന് അയക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മലമ്പുഴ പഞ്ചായത്ത് ആറങ്ങോട്ട് കുളമ്പെന്നാണ് വരുന്നത്. എനിക്കൊരു 1.5 വർഷമായിട്ട് കയ്യും കാലും വിറയിലുണ്ടായിരുന്നു. 1.5 വർഷമായിട്ട് കയ്യും കാലും ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പറിച്ച് പോകും. ഇവിടെ വന്ന് അപ്പോൾ എൻ്റെ അടുത്ത വീട്ട് ജോസഫ് ചേട്ടനാണ്, ദാനത്തിന് പോകണം. ദാനത്തിന് പോകണമെങ്കിൽ ബുക്കും ഒരു പേനയും വേണം. ബുക്കും പേനയും എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എഴുതാനാണ്. അപ്പോൾ ഇവിടെ വന്ന് എഴുതിയ കൈ വരയ്ക്കുമെന്നുള്ള എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എഴുതി ഒരു കുഴപ്പമില്ല, അതാ എഴുതിയതായി ബുക്കിലുണ്ട്. ഹല്ലേലൂയ. 1.5 വർഷമായി കൈയും കാലും വിറയ്ക്കുന്ന അസുഖത്തിൻ്റെ ഉടമയായിരുന്നു. ഇതാ നോക്ക്, ഇപ്പോൾ ഈ ബുക്കിൽ നന്നായിട്ട് ഇഷ്ടംപോലെ എഴുതി വെച്ചിരിക്കുകയാണ്. 1.5 വർഷമായിട്ട് കൈയും കാലും ഒപ്പിടാൻ കൂടെ പറ്റാത്തത്ര കൈ വിറയ്ക്കലുണ്ടായിരുന്ന ആളായിരുന്നു. എന്നാൽ ഇതാ ഈ ദിവസങ്ങളിൽ ഇവിടെ നോട്ടൊക്കെ നന്നായിട്ട് എഴുതി. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല, കൈക്ക് വേറില്ല. മറ്റേത് മൈക്കൊക്കെ പിടിക്കുമ്പോൾ നല്ല വിറയല്ലായിരുന്നോ? ഒരു ചായ പോലും ഇങ്ങനെ പിടിച്ചു കുടിക്കാൻ പറ്റില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു അത്ഭുതകരമായി സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. കൈയടിച്ച് സ്വയം മാറ്റപ്പെടുക. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം.